ഇന്ത്യൻ T20 ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും സൂര്യകുമാർ യാദവിനെ പുറത്താക്കാൻ BCCI തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ മുതൽ പുറത്തുവരുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി ICCയുടെ T20 ലോകകപ്പിൽ ഇന്ത്യയെ ജേതാക്കളാക്കിയതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നുള്ള ഭയം കൂടി ഇന്നലെ മുതൽ എല്ലായിടത്തും ആഞ്ഞു പിടിച്ചിരുന്നത്. ഇതു നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതുമാണ് എന്ന് പറയാം. T20യിൽ സൂര്യയുടെ സമീപകാലത്തെ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമാണ് ഇതിന്റെ പ്രധാന കാരണം. നായകസ്ഥാനം നിലനിർത്താൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്ന അവസാനത്തെ പിടിവള്ളിയായിരുന്നു കഴിഞ്ഞ IPL. പക്ഷേ മുംബൈ ഇന്ത്യൻസിനോടൊപ്പം തന്നെ IPLിലും സൂര്യ വൻ ഫ്ലോപ്പായി മാറി. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ ഈ മാസവും അടുത്ത മാസവും നടക്കാനിരിക്കവെയാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്നും നീക്കം ചെയ്യുന്നത്. ഇതോടെ പുതിയ ക്യാപ്റ്റന് കീഴിലായിരിക്കും ഈ പര്യടനങ്ങൾ ഇന്ത്യ ഇറങ്ങുകയെന്ന് ഉറപ്പായിട്ടുണ്ട്. നായകസ്ഥാനം മാത്രമല്ല, ടീമിലെ സ്ഥാനവും സൂര്യയ്ക്ക് നഷ്ടമാകുമെന്നാണ് വിവരം. ഇക്കാര്യം അദ്ദേഹത്തെ BCCI അറിയിക്കുകയും ചെയ്തു. പുതിയ ക്യാപ്റ്റനായി വരാനിടയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നും പരിശോധിക്കണം. 2028 നോക്കിയാൽ അടുത്ത ICC T20 ലോകകപ്പും അതുപോലെ പ്രഖ്യാപിക്കുന്ന ഒളിമ്പിക്സ് ക്രിക്കറ്റുമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ ക്യാപ്റ്റൻ BCCI പ്രഖ്യാപിക്കുക. സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയായി പ്രധാനമായും 3 താരങ്ങളുടെ പേരുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികം സാധ്യത ശ്രേയസ് അയ്യർക്കാണെന്ന് പുറത്തുവരുന്ന സൂചനകളും പറയുന്നു. IPLും ആഭ്യന്തര ക്രിക്കറ്റുമെല്ലാം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവിൽ സിലക്ഷൻ കമ്മിറ്റിയും BCCIയും ഒരുപോലെ ഹാപ്പിയാണെന്നും പറയുന്നു. പക്ഷേ 2 വർഷത്തിലേറെയായി T20യിൽ ശ്രേയസ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലെന്ന് കൗതുകകരമായ കാര്യമാണ്. 2023 ഡിസംബറിൽ ഓസ്ട്രേലിയയുമായി ബാംഗ്ലൂരിൽ നടന്ന T20യിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. എങ്കിലും ഏകദിന ടീമിലെ സ്ഥിരം സാന്നിധ്യമാണ് ശ്രേയസ്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായും അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL ചാമ്പ്യന്മാരാക്കുകയും ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് ടീമുകളെ ഫൈനലിലെത്തിക്കുകയും ചെയ്തിട്ടുള്ള നായകനാണ് ശ്രേയസ്. ഇതാണ് ഇന്ത്യൻ നായകസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നത്. ശ്രേയസ് കഴിഞ്ഞാൽ ഇന്ത്യൻ നായകസ്ഥാനത്തേക്ക് അടുത്ത ഓപ്ഷൻ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ്. കഴിഞ്ഞ T20 ലോകകപ്പിലെ ഹീറോയിസത്തോടെ അദ്ദേഹം വിമർശകരുടെയെല്ലാം വായടപ്പിച്ചു കഴിഞ്ഞു. ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു സഞ്ജു. പുതിയ ഇന്ത്യൻ നായകനായി അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് കോച്ച് ഗൗതം ഗംഭീറിന് താല്പര്യമെന്നാണ് വിവരം. സഞ്ജുവിന് കരിയറിൽ ഗംഭീരമായൊരു തിരിച്ചുവരവിന് വഴിയൊരുക്കിയ കോച്ച് കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല, മലയാളി താരത്തോട് ഗംഭീറിന് പ്രത്യേക താല്പര്യം കൂടിയുണ്ട്. പക്ഷേ സഞ്ജുവിനെ ഗംഭീർ നായകസ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമ്പോഴും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിന് ഇതിനോട് യോജിക്കുന്നില്ല.